ഞാൻ ഡോക്ടർ ലുക്മാൻ, സൈക്കാട്രിസ്റ്റാണ് അല്ലേ. സൈക്കാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിൽ വരുന്ന രൂപം ഈ രൂപത്തിനോട് യോജിച്ചു പോകുന്നുണ്ടോ? ഉണ്ടോ? സാധാരണ സൈക്കാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബുൾഗാൻ താടി, കുറച്ച് എന്താണ് ബുദ്ധിജീവി പോലെ നിൽക്കുന്നു, നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നു, അങ്ങനെയാണോ? അല്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കമ്മ്യൂണിറ്റി സൈക്കാട്രിയെ കുറിച്ചാണ്. സംസാരം എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലൊരു ഇൻട്രാക്ഷനായി പോവുകയാണെങ്കിൽ ഒന്നുകൂടി രസകരമായിട്ട് തീരുമെന്ന് വിചാരിക്കുന്നു. എന്താണ് സൈക്കാട്രി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്ന, മലയാളികളുടെ മനസ്സിൽ വരുന്ന രണ്ട് ചിത്രങ്ങളുണ്ട്. സൈക്കാട്രി എന്ന് പറയുമ്പോൾ, മാനസിക രോഗം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ വരുന്ന രണ്ട് ചിത്രങ്ങൾ ഇതാണോ? ഒന്ന് എന്താണ്? നാഗവല്ലി, അല്ലെങ്കിൽ അതിൽ തന്നെ ഒരു കോമഡി കഥാപാത്രം ആണോ? ഇപ്പോൾ സിനിമ, പത്രം, റേഡിയോ അല്ലെങ്കിൽ കഥകളിലൊക്കെ മാനസിക രോഗികളെ എങ്ങനെയാണ് കാണിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ഒരു കൊല്ലാൻ നടക്കുന്ന ആൾ അല്ലേ. മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമ മലയാളത്തിലെ ഏറ്റവും മികച്ച, വളരെ നല്ലൊരു സിനിമയാണ്. പക്ഷെ ആ സിനിമ മാനസിക രോഗത്തിലൂടെ കടന്നു പോകുന്ന ആളുകളോട് വലിയൊരു ക്രൂരത ചെയ്തിട്ടുണ്ട്. ആ ക്രൂരതയാണ് ഈ രണ്ട് ചിത്രങ്ങൾ. ഒന്ന് ഭർത്താവിനെ കൊല്ലാൻ നടക്കുന്ന ഭാര്യ, അല്ലെങ്കിൽ ആളുകളെ കൊല്ലാൻ നടക്കുന്ന ഒരാളാണ് മാനസിക രോഗി. അല്ലെങ്കിൽ തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കുന്ന ഒരാളാണ് മാനസിക രോഗി എന്നുള്ളതാണ്. ഞാൻ പെട്ടെന്ന് പറയാം. എല്ലാവരും നിങ്ങളുടെ നാട്ടിലുള്ള ഇങ്ങനെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതോ അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ? ഉണ്ട്. എല്ലാവരും അയാളൊന്ന് മനസ്സിൽ വിചാരിക്കാം. പുരുഷനാവാം, സ്ത്രീയാവാം, എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളാവും. നിങ്ങൾ ബസ്സിൽ കയറണം. ബസ്സിൽ കയറുമ്പം എല്ലാ സീറ്റും ഫുള്ളാണ്. ഒരൊറ്റ സീറ്റ് മാത്രമേ ഒഴിവുള്ളൂ. ആ സീറ്റിൻ്റെ ജനലിൻ്റെ അടുത്ത് ഇരിക്കുന്ന സീറ്റിലിരിക്കുന്ന ആൾ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആളാണ്. ആ ഒരൊറ്റ സീറ്റ്, അതിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റ് മാത്രമേ കാലിയായിട്ട് കിടക്കണുള്ളൂ. നിങ്ങൾ നിൽക്കുമോ അതോ ആ സീറ്റ് പോയിരിക്കുമോ? എന്നോട് പറയുമൊന്നും വേണ്ട, ആത്മാർത്ഥമായിട്ട് ആലോചിച്ചാൽ മതി. ഒറ്റ സീറ്റ് ഒഴിവുള്ളൂ. ആ സീറ്റിൽ സൈഡിലിരിക്കുന്നത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച മാനസികമായി ബുദ്ധിമുട്ടുള്ള ആളാണ്. നിങ്ങൾ ആ സീറ്റിൽ ഇരിക്കോ ഇല്ലേ എന്നുള്ള എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിചാരിക്കുക. ഇരിക്കുന്നുള്ള നുണയൊന്നും പറയണ്ട, സത്യമായിട്ട് പറഞ്ഞാൽ ഇരിക്കുന്നുള്ള ആളുകൾ എത്ര ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ? ഓക്കെ, ഉഷാർ. ഇരിക്കാതെ ഇരിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ടാവും അല്ലേ. നമ്മളെ ഉള്ളിൽ ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ കുറച്ച് ചിന്തകൾ വരും. എന്തൊക്കെയാവും ആ ചിന്തകൾ? ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ. ഒരു വയലൻ്റ് ആവുമോ എന്നുള്ളത്. ആ പേടിയുള്ള ആളുകൾ എത്ര ഉണ്ട് ഇവിടെ? കൈ ഒന്നിച്ചോളൂ, ധൈര്യമായിട്ട് ഒന്നിച്ചോളൂ. ഇത്ര ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ 1800 ആളുകളിവിടെ ഉണ്ട്. അതിലും ഒരുവിധ ആളുകൾക്കൊക്കെ അവർ വയലൻ്റ് ആവുമെന്ന് പേടി. ഈ കൂട്ടത്തിൽ മാനസിക രോഗം കാരണം മാനസിക രോഗി എന്ന് ഞാൻ പറയുന്നു. അങ്ങനത്തെ ആളുകളിൽ നിന്ന് അടി കിട്ടിയ എത്ര ആൾക്കാരുണ്ട്? ഇത്ര ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ മിക്കവാറും ഈ കൈ പൊന്തിച്ച ആളുകളൊക്കെ ഈ രോഗിയുമായി നിരന്തരം ഇടപെടുന്ന ആരെങ്കിലും ആവും. അല്ലാതെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു മാനസിക രോഗിൻ്റെ അടുത്ത് അടി കിട്ടിയ എത്ര ആളുണ്ട് ഇവിടെ? കുറച്ച് ആളുകൾ. പക്ഷേ പേടി ആർക്കൊക്കെ ഉണ്ട്? എല്ലാവർക്കും പേടിയാണ് അല്ലേ. എന്തുകൊണ്ടാണ് പേടി? നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ നിങ്ങളൊരാളെ കണ്ടിട്ടില്ല, പക്ഷെ നമുക്ക് പേടിയാണ്. പേടി കാരണം എന്തുകൊണ്ടാണ് പേടി? സിനിമയിലും കഥകളിലും നാട്ടിലെ കുട്ടികളെ പേടിപ്പിക്കാൻ പറയുന്ന കഥയിലൊക്കെ മാനസിക പ്രയാസമുള്ള ആൾ എന്തോ വലിയൊരു വില്ലനാണ്. അപ്പം അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റിഗ്മ. സ്റ്റിഗ്മ എന്ന് പറയും. ഇവരെ നമ്മൾ വേർതിരിച്ച് കാണും. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ചികിത്സ കിട്ടാനും ഇവരെ സമൂഹത്തിലേക്ക് കൂട്ടിപ്പിടിക്കാനും ആളുകൾ ഭയക്കാൻ കാരണം. ഒരു 100 മാനസിക രോഗി ഉണ്ടെങ്കിൽ എത്ര ആൾ വയലൻ്റ് ആവും? ഒരാൾ ആയാലായി. ആ ആൾ അയാളെ ജീവിതകാലം മുഴുവൻ വയലൻ്റ് ആണോ? അല്ല. എന്തോ കാരണം കൊണ്ട് അയാൾക്ക് അസുഖം കൂടിയ സമയത്ത്, അത് 40 വയസ്സുള്ള ആളാണെങ്കിൽ അയാൾ ചിലപ്പോൾ ജീവിതത്തിൽ ആകെ 5-10 മിനിറ്റ് ആ അസുഖം കാരണം അയാളല്ല വയലൻ്റ് ആവണത്. ആ അസുഖം കൊണ്ട് അയാൾ കുറച്ച് ദേഷ്യപ്പെടുക, അക്രമം കാണിക്കുകയും ചെയ്യാണ്. പക്ഷെ നമ്മൾ ചെയ്യണം എന്താ? ആ 40 കൊല്ലം, ബാക്കി 40 കൊല്ലം ഇയാൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കും. ഇയാളെ കാര്യത്തിൽ മാത്രമാണോ മറക്കണത്? അല്ല. മാനസിക രോഗം ഉണ്ടെന്ന് കേട്ടാൽ ആ ആൾക്കാരൊക്കെ നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തി. എന്താണ്? ഇവൻ വയലൻ്റ് ആവും, ഇവനെന്തോ പ്രശ്നക്കാരനാണ്, ഇവനെ കൂട്ടാൻ പറ്റൂല, ഇയാളെ നമ്മൾ അടുപ്പിക്കൂല. ഇതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് വേണ്ട ചികിത്സ കിട്ടാതെ പോകുന്നത്. ഓക്കെ, ഒരു കണക്കാണ്. ഇന്ത്യയിൽ 100 ആളുകളിൽ 14 ആളുകൾക്ക് മാനസിക രോഗം ഉണ്ട് എന്നുള്ളതാണ് 2015
കണക്ക്. 100 ആളുണ്ടെങ്കിൽ അത് 14 ആൾക്കാർക്ക്. ഒരു പഞ്ചായത്തിൽ 30,000 ആളുണ്ട്. അപ്പോൾ ഏകദേശം എത്ര ആൾക്ക് ഒരു പഞ്ചായത്തിൽ മാനസികമായി രോഗമുള്ള ആളുകൾ ഉണ്ടാവും? 4000 ആൾക്കാരുണ്ട്. ഈ ഹാളിൽ ഇപ്പോൾ 2000 ആളുണ്ട്. 2000 ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൽ മാനസിക പ്രയാസമുള്ള രോഗങ്ങൾ എത്ര ആൾക്കാരുണ്ടാവും? ഇപ്പോൾ ഏകദേശം 300 ആൾക്ക് പ്രയാസം ഉണ്ടാവും. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അതിൽ ഒരു 150 ആൾക്കാർ മരുന്ന് കുടിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ സ്വയം ആലോചിച്ചാൽ മതി, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും നോക്കണ്ട, സ്വയം ചിന്തിക്കുക. ഇതിൽ 150 ആൾ മരുന്ന് കഴിക്കുന്നുണ്ട്, 300 ആൾക്ക് മാനസിക രോഗമുണ്ട്. ഇവരെന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ? ഇവരടങ്ങിയിരിക്കുന്നില്ലേ? നിങ്ങളെപ്പോലെ എല്ലാവരെയും പോലെ തന്നെ പെരുമാറുന്നില്ലേ? ഈ തണലിൻ്റെ ഇത്രയും വലിയൊരു പരിപാടിക്ക് ഇവർ വന്നു, നാട്ടിൽ ഇനി ചെന്നിട്ട് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു, അതിനു വേണ്ടി തയ്യാറായി വന്നു. നമ്മളെപ്പോലുള്ള ആളുകൾ തന്നെയാണ് ഈ ആളുകൾ. ഒരു വേറെന്തോ ഭീകര രൂപമോ കാര്യങ്ങളോ ഒന്നും അല്ല. ഞാൻ പറഞ്ഞു 14 ആൾക്ക് രോഗമുണ്ട് എന്നുള്ളത്. അതിൽ ഗുരുതരമായ രോഗമുള്ള എത്ര ആൾക്കാരുണ്ടാവും? 100-ൽ 3 മുതൽ 5% വരെ. അത് 100 ആളുകളിൽ 5 ആളുകൾക്ക് ഗുരുതരമായ രോഗം ഉണ്ടാവും. ഗുരുതരമായ രോഗം എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് സ്ഥിരമായിട്ടൊരു സപ്പോർട്ട് വേണ്ടി വരും. ഇപ്പം നമ്മൾ പറയണം, സ്ട്രോക്ക് വന്ന ആളുകളെ നിങ്ങൾക്കറിയാം അല്ലേ? ഒരു ഭാഗം തളർന്നു പോയ ആളുകളെ നമുക്കറിയാം. അതിൽ കുറേ ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ പഴയ പോലെ നടക്കാനും ഉഷാറായിട്ടുണ്ടാവും. ചില ആളുകൾ അത്ര ആയിട്ടുണ്ടാവില്ല, ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്താൽ ഉഷാറായിട്ടുണ്ടാവും. ചില ആളുകൾക്ക് സ്ഥിരം സപ്പോർട്ട് കാര്യങ്ങൾ വേണ്ടി. അതേപോലെ തന്നെയാണ് മാനസിക രോഗം. 100 ആൾക്ക് വന്നാൽ 30 ആൾ 40 ആൾ ഉഷാറാവും, ഒരു മരുന്നും വേണ്ട. പിന്നെ ഒരു 30-40 ആൾക്കാർ മരുന്ന് കഴിച്ചിട്ട് ഉഷാറായിട്ട് പോകും. പിന്നെ ഒരു ഗുരുതരമായ രോഗമുള്ള 10-20 ആൾക്കാരുണ്ടാവും. അവർക്ക് മരുന്ന് കഴിച്ചാലും കുറച്ച് എന്തെങ്കിലും രോഗം കാരണം കുറച്ച് ഡിസബിലിറ്റി ഉണ്ടാവും. ഡിസബിലിറ്റിനെ കുറിച്ച് നമ്മൾ കുറേ സംസാരിച്ചു. രോഗം കാരണം കുറച്ച് ഡിസബിലിറ്റി ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ എത്ര ഉണ്ട്? 100-ൽ 3 മുതൽ 5 വരെ ആളുകളുണ്ട്. ഇവരൊക്കെ എവിടെയാണ്? അപ്പോൾ ഈ ആദ്യത്തെ ചിത്രം എന്താണ്? കുതിരവട്ടം ഹോസ്പിറ്റലിനെ കുറിച്ച് യൂസുഫൊക്കെ പറയണ്ടായി. കുതിരവട്ടം ഹോസ്പിറ്റലാണ്. ഇവരവിടെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റാക്കി 30-40 വർഷങ്ങളായിട്ട് അസുഖം മാറിയിട്ടും അവിടെ തന്നെ നിൽക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഫോട്ടോ അറിയുന്നവരൊക്കെ ഉണ്ട് ഇവിടെ? നമ്മളെ തണൽ വീടാണ് എടച്ചേരിയുള്ള. ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. കുറേ ആളുകൾ തെരുവിൽ അലഞ്ഞ് നടക്കുകയാണ്. വേറെ കുറേ ആളുകൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ സെല്ലുണ്ടാക്കിയിട്ട് പൂട്ടിയിട്ട ആളുകളുണ്ട്. നമ്മൾ മനസ്സിൽ വിചാരിക്കും ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്, വെറുതെയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടി അങ്ങനത്തെ 2 ആൾക്കാരെ വീട്ടിൽ പോയി കണ്ടിട്ടുള്ളൂ. വീട്ടിൻ്റെ ഉള്ളിൽ സെല്ലുണ്ടാക്കി അടച്ചു പൂട്ടി ഇട്ടിരിക്കുകയാണ്. എന്താണ് കാരണം? ഇവൻ പുറത്തിറങ്ങിയാൽ വയലൻ്റ് ആവുമോ എന്നുള്ള പേടി, ഇവൻ മരുന്ന് കൃത്യം കഴിക്കൂലേ എന്നുള്ള പേടി, ഇവൻ അയലോക്കത്ത് പോയി പ്രശ്നമുണ്ടാക്കുമോ എന്നുള്ള പേടി. ഇത് ആരാണ് ഇവരിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടിയിരിക്കാൻ ഉത്തരവാദി? ആരാണ് ഉത്തരവാദി? ഇപ്പോൾ എടച്ചേരി ഹോമിന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണ്, തണൽ വീടുകളെ നശിപ്പിക്കണം എന്നാണ് പറഞ്ഞു. അങ്ങനെയല്ലേ ഇവരെ ചികിത്സിക്കേണ്ടത്? അതോ വേറെ വല്ല മാർഗമുണ്ടോ? അവിടെ നല്ല ഫുഡുണ്ട്, മിക്കവാറും ദിവസം നല്ല ബിരിയാണി കാര്യങ്ങളുണ്ടാവും, നല്ല നോൺ വെജ് ഉണ്ടാവും, നല്ല സൗകര്യമാണ്, നല്ല വൃത്തിയാണ്. കണ്ടെത്ര ആൾക്കാരുണ്ട്? തണൽ വീട് കണ്ടെത്ര ആളുകളുണ്ട്? ഇഷ്ടംപോലെ ആളുകൾ അല്ലേ? നല്ല വൃത്തി സൗകര്യം കാര്യങ്ങളൊക്കെയാണ്. ഇവരവിടെ തന്നെ നിന്നാൽ പോരെ? എന്തിനാ വരെ നമ്മൾ പുറത്തിറക്കണം? നാട്ടുകാർക്കും സുഖം, വീട്ടുകാർക്കും സുഖം, അവർക്കും സുഖം. പോരെ? എന്തിനത്ര കഷ്ടപ്പെട്ട്? പോരാ. അതെന്താ? ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരിച്ചു പോകാൻ നിങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങളോട് പറയാണ് ഇന്ന് പോകാൻ പറ്റൂല, ഒരാഴ്ച ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കണം, 3 നേരം നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് തരും. സമ്മതിക്കും? ഞങ്ങൾ സമ്മതിക്കും? ആരെങ്കിലും? ഇല്ല. കാരണം എന്താ? അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ട്. നമ്മളെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പരിഗണന അവിടെ ഏതൊക്കെ രീതിയിൽ ഇല്ലാതാവണുണ്ട്. മനുഷ്യൻ എന്ന പരിഗണന ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ചെന്ന്, തണൽ വീട്ടിലില്ല എന്നല്ല, നമ്മളെ ഗതികേടാണത്. വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഡോക്ടർ തണൽ വീടിനെ നശിപ്പിക്കണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇത് ചെയ്യേണ്ടതാരാ? ഇവർ ഈ തണൽ വീടുകളിലേക്കോ അല്ലെങ്കിൽ കുതിരവട്ടം ഹോസ്പിറ്റലിലേക്കോ സെല്ലുകളിലേക്കോ എത്താൻ ഉത്തരവാദി ആരാ? നമ്മളാണ്. ആരാണ്? നമ്മളാണ്, സമൂഹമാണ്. എങ്ങനെ നമ്മളതിന് ഉത്തരവാദികളാവണേ? എങ്ങനെയാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പം നിങ്ങളെല്ലാവരും ചായ കുടിക്കാൻ പോയി അല്ലേ? ഇപ്പോൾ സപ്പോസ് നാട്ടിലൊരു കല്യാണം നടക്കുകയാണ്, കല്യാണത്തിന് നമ്മളൊക്കെ പോവുകയാണ്. നിങ്ങൾ നേരത്തെ വിചാരിച്ച ആൾ, മനസ്സിൽ വിചാരിച്ച ആൾ ആ കല്യാണത്തിന് വന്നാൽ എന്താവും അവിടുത്തെ ആളുകളുടെ പ്രതികരണം? 2 രീതിയിൽ പ്രതികരിക്കും. ചിലപ്പോൾ കണ്ട് കയറ്റൂല, പറഞ്ഞു വയ്ക്കും, അല്ലെങ്കിൽ ഭയങ്കര സ്വീകരണമാവും അല്ലേ?
വേഗം വിളിച്ച് വേഗം ഭക്ഷണത്തിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി കുറേ ഭക്ഷണം കഴിപ്പിച്ച് വേഗം തിരിച്ചയക്കും. നിങ്ങളോടാണ് അങ്ങനെ പെരുമാറിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കല്യാണത്തിന് പോവോ? നാട്ടിൽ പോവില്ല. നിങ്ങളൊരു കടയിൽ പോയി സാധനം വാങ്ങാൻ പോയി, അവിടെ മാനസിക രോഗമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവനോട് പിന്നെ വരാൻ പറയും, അല്ലെങ്കിൽ തിരക്ക് ഒഴിഞ്ഞിട്ട് വരാൻ പറയും, അല്ലെങ്കിൽ സാധനം പിന്നെ തരാൻ പറയും. അങ്ങനെ സമൂഹം നമ്മളോട് പെരുമാറിയാൽ നമ്മൾ പിന്നെ ആ സ്ഥലത്തേക്ക് പോവും. ഈ ആളുകളും അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ പറയും ഓൻ പുറത്തേക്ക് ഇറങ്ങൂല, അവൻ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആ സാധു എന്തെങ്കിലും പുറത്തിറങ്ങിയാൽ നമ്മളെങ്ങനെ കാണുക? നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ പറയും ഓൻ മരുന്ന് കുടിക്കണോണാന് ചെറിയ പ്രശ്നമുണ്ട് പറയില്ലേ? നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അധികം ആൾക്കാർ അതെന്താ നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ല. ഈ ഒരു അവഗണന സമൂഹത്തിൽ നിന്ന് കിട്ടുമ്പം ഇവർ വീടിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിപ്പോവും. മരുന്ന് കഴിച്ചിട്ടും ഇങ്ങനെയാണ് എന്ന് പറയും. ചിലപ്പോൾ അസുഖം കൂടും. വീട്ടുകാരെന്താ ചെയ്യുക? എടച്ചേരിയിലേക്ക് കൊണ്ടാക്കും. അവിടുന്ന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്ത് ഉഷാറാവും. തിരിച്ച് സമൂഹത്തേക്ക് വരും. വീണ്ടും ഈ കളിയാക്കൽ, പുറത്തിറങ്ങിയ കല്ലെറിയൽ, ചീത്ത പറയൽ, ഒഴിവാക്കൽ, വീണ്ടും എടച്ചേരിയിലേക്ക് എത്തും. അപ്പോൾ ആരാണ് ഇവർ ഉഷാറായി പോവാതിരിക്കാൻ ഉത്തരവാദി? ആരാണ്? സമൂഹമാണ്, നമ്മളാണ്. നമുക്കെന്താ അടുത്തത്? നമുക്കെന്ത് ചെയ്യാൻ പറ്റും? എന്താണ് പരിഹാരം? ചെയ്യാൻ പറ്റുമോ നമുക്കെല്ലാവർക്കും? ഇത് വലിയ പഠിച്ച ഡോക്ടർമാർക്കോ സൈക്കാട്രിസ്റ്റിനോ കൗൺസിലർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? ഞങ്ങൾ ഈ ഇതൊന്നും പഠിക്കാത്ത സ്ത്രീകൾ എന്ത് ചെയ്യാനാ അല്ലേ? ചെയ്യാൻ പറ്റുമോ നമുക്ക് എന്തെങ്കിലും? പറ്റൂല എന്നാണ് അധികം ആൾക്കാർ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. എന്നാൽ ഞാനൊരു കഥ പറയാം. നമ്മൾ ഒരു ക്ലിനിക്കിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അമ്മ രോഗി, അമ്മയ്ക്കൊരു 45 വയസ്സ് രോഗിയാണ്. മോനുണ്ട്, മോന് 17 വയസ്സ്, ചെറിയ അസുഖങ്ങൾ ഓനുണ്ട്. ചെറിയൊരു പെൺകുട്ടിയുണ്ട്, 8-9 വയസ്സ്. ആ കുട്ടിക്കും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അമ്മ രാത്രി ഭയങ്കര ഒച്ചയും വിളിയും പ്രശ്നങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അയൽവാസികളൊന്നും വലിയ സഹകരണമില്ല. അയൽവാസികൾക്കെതിരെ സംശയമോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സ്ഥിരം ഇവർ ചീത്ത വിളിക്കും, കുറ്റം പറയുകയൊക്കെ കേട്ടുകൊണ്ട് അയൽവാസികൾ ചികിത്സയിൽ ഇടപെടില്ല. നമ്മളാ വീട്ടിൽ പോയി രോഗിനെ കണ്ടു. നമ്മളെ കൗൺസിലറുണ്ട്, ഞാനുണ്ട്. വീട്ടിൽ പോയി രോഗിനെ കണ്ടു. മരുന്ന് കൃത്യം രോഗി കഴിക്കില്ല, വീട്ടുകാർക്കും ഒരു ബോധ്യമല്ല കഴിക്കണം എന്നുള്ളത്. നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യം ഇഞ്ചക്ഷൻ കൊടുക്കും. ഒരു മാസത്തിനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ കുതിരട്ടത്ത് കൊണ്ട് അഡ്മിറ്റാക്കും. കുതിരട്ട് കൊണ്ട് അഡ്മിറ്റാക്കുന്നു, പേഷ്യൻ്റ് കുറേ ഉഷാറാവുന്നു, മരുന്നൊക്കെ അവിടുന്ന് കൃത്യം കൊടുക്കാൻ ആളുണ്ട്. തിരിച്ച് നാട്ടിലേക്ക് എത്തിയാൽ വീണ്ടും മരുന്ന് കഴിക്കില്ല, അസുഖം കൂടും. ഇവരെ ഭർത്താവുണ്ട്. ഭർത്താവ് മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്. എന്ത് സംഭവിച്ചു വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഭർത്താവ് അസുഖം വന്ന് മരിച്ചുപോയി. ഇത് ഭർത്താവിൻ്റെ നാടാണ്. ഇപ്പം എന്ത് ചെയ്തു? ഈ കുടുംബം വേറൊരു നാട്ടിലേക്ക് മാറി. അവിടെയും നമുക്ക് ക്ലിനിക്കുണ്ട്. അവിടെ ചെന്നപ്പം കുറച്ച് കാര്യങ്ങളിൽ മാറ്റം വന്നു. എന്താണ് മാറ്റം? ആ ക്ലിനിക്കിലുള്ള നാട്ടുകാർ പറഞ്ഞു എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തോളി, ഞങ്ങൾ കൂടെയുണ്ട്. എങ്ങനെയാണ് ഒരു കൂടെ നിന്നത്? ആദ്യം നമ്മൾ അയൽപ്പക്ക കൂട്ടായ്മ ഉണ്ടാക്കി. അയൽവാസികളായ സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ വിളിച്ചിട്ട് ഒരു ക്ലാസ് കൊടുക്കും. എന്താണ് ഈ അസുഖം, എന്താണ് മുന്നോട്ട്, എങ്ങനെയൊക്കെയാണ് ഇത് പോവുക, എങ്ങനെയാണ് ഇയാൾക്ക് മരുന്ന് കൊടുക്കേണ്ടത്. മരുന്ന് അപ്പോഴും കൃത്യമായില്ല. അയൽവാസിയായിട്ടുള്ള സ്ത്രീ വന്ന് മരുന്ന് കൊടുക്കുന്നു, എന്നിട്ടും മരുന്ന് കൃത്യമായില്ല, രോഗത്തിന് വലിയ മാറ്റം വന്നില്ല. അപ്പം നമ്മളൊരു ഓപ്ഷൻ വെച്ചു. കുട്ടി സ്കൂളിൽ പോകുന്നത് നിർത്തി, ഈ പെൺകുട്ടി മറ്റവും ജോലിക്കും കാര്യങ്ങളൊന്നും പോകുന്നില്ല. അപ്പോൾ പെൺകുട്ടി പറയുന്നത് അമ്മ പറയുന്നു എല്ലാവരും നമുക്കെതിരാണ്, നമ്മളെന്തോ കൊല്ലാൻ നോക്കുന്നുണ്ട്. അതാ കുട്ടിയും വിശ്വസിച്ചു. കുട്ടിക്ക് പഠനത്തിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തീരുമാനിച്ചു എരഞ്ഞിപ്പാലത്തുള്ള ഹോസ്പിറ്റലിൽ ഇവരെ അഡ്മിറ്റാക്കുമ്പോൾ കൂടെ നിൽക്കാൻ ആളുണ്ടോ? ആളില്ല. ആളില്ലാതെ നമുക്ക് അഡ്മിറ്റാക്കാം. പക്ഷേ ഈ കുട്ടിക്കും പ്രശ്നമുണ്ട്. കുട്ടിക്ക് പഠനത്തിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിന് വേണ്ട തെറാപ്പി നമുക്ക് എവിടെ ഉണ്ട്? മലാപ്പറമ്പുള്ള ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററിൽ EICയിൽ അതിനുള്ള കൗൺസിലിംഗ് തെറാപ്പി ഉണ്ട്. അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരാൾ വേണം. ക്ലിനിക്കിൽ നിന്ന് ഒരു വളണ്ടിയർ പറഞ്ഞു ഞാൻ കൂടെ വരാം. എന്നിട്ട് നമ്മൾ എരഞ്ഞിപ്പാലത്തേക്ക് അമ്മയും മോളെയും, മോൻ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ വീട്ടിൽ നിന്നുള്ള മോൻ വീട്ടിൽ നിന്ന്, ഈ അമ്മനെയും മോളെയും നമ്മൾ എരഞ്ഞിപ്പാലത്തുള്ള ഇക്കറയിൽ തണൽ ഇക്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. രാവിലെ ആ വളണ്ടിയർ ആ കുട്ടിനെയും കൊണ്ട് മലാപ്പറമ്പിലേക്ക് പോവും. അവിടുന്ന് വേണ്ട തെറാപ്പികൾ കാര്യങ്ങൾ ചെയ്യും. ഇവിടെ രാത്രി വന്ന് ഇവർ മൂന്നാളും ഒരു റൂമിൽ കിടക്കും. ഒരു മാസം കൊണ്ട് അമ്മയുടെ അസുഖം ശരിയായി. എന്നിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ എന്താണ് വ്യത്യാസം വന്നത്? നമ്മൾ തിരിച്ച് അവരാ വീട്ടിലിട്ടില്ല. ഇവർക്ക് വേണ്ടി ഡേ കെയർ സെൻറ്റർ ആ ക്ലിനിക്കിലുണ്ട്. അതായത് നമുക്കറിയാം അല്ലേ, രോഗമുള്ള ആളുകൾക്ക് രാവിലെ വന്ന് ക്ലിനിക്കിൽ നിൽക്കാം. അവർ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യും. ആ ഡേ കെയർ സെൻറ്ററിൽ ഇവർക്കോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി എന്ത്,
ഇവർ തുന്നലൊക്കെ അറിയുന്ന ആളാണ്. പിറ്റേന്ന് തന്നെ തൊട്ടടുത്ത ദിവസം, ഞാൻ കൂട്ടി പറയല്ല, തൊട്ടടുത്ത ദിവസം തന്നെ ഒരു തയ്യൽ മെഷീൻ ആ ക്ലിനിക്കിലെത്തി. ഇവർ ഡേ കെയറിൽ വരുന്ന ബാക്കി രോഗികൾക്കും തുന്നൽ പഠിക്കാൻ താല്പര്യമുള്ള നാട്ടിലുള്ള ബാക്കി സ്ത്രീകൾക്കും തുന്നൽ പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോഴും ആ സ്ത്രീ അവിടെ തുന്നൽ ടീച്ചർ, ഇപ്പം ടീച്ചർ എന്നാണ് വിളിക്കുന്നത്. പണ്ട് വിളിച്ചിരുന്നത് മാനസിക രോഗി, അങ്ങനെ ഇപ്പം ടീച്ചർ എന്നാണ് ആ നാട്ടിലുള്ള എല്ലാവരും അവരെ വിളിക്കുന്നത്. ആ മോള് കൃത്യമായിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി. ഈ മോൾക്കും അമ്മയ്ക്കും വന്ന മാറ്റം കണ്ടപ്പോൾ മോന് തോന്നി, എന്നാൽ ഞാനും ഒന്ന് മരുന്ന് കഴിച്ചു നോക്കാം. മോനും ഇപ്പം കൃത്യമായി മരുന്ന് കഴിക്കുന്നു, അവൻ ജോലിക്ക് പോകുന്നു. ഡോക്ടറാണോ ഇവിടെ ഇടപെട്ടത്? കൗൺസിലറാണോ ഇടപെട്ടത്? ആരിടപെട്ടത്? ആ സമൂഹം, ആ നാട്ടുകാർ, ആ അയൽവാസികൾ, അവിടെയുള്ള ഉമ്മമാർ, ഇവരാണ് ഇടപെട്ടത്. ഇവർക്ക് എങ്ങനെ ഇടപെടാനുള്ള ധൈര്യം വന്നു? തണൽ വീടുകൾ ഇല്ലാതാവണം എന്നുള്ള ഞാൻ പറഞ്ഞു. ബാക്കി നാട്ടുകാരാണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാണ് എന്ത് ചെയ്യും? നമുക്ക് അഡ്മിറ്റാക്കാം, തലേന്ന് ഒഴിവാക്കാം, അല്ലേ? ഈ തണൽ വീട്ടിൽ വരുന്ന അല്ലെങ്കിൽ കുതിരവട്ടത്തെത്തുന്ന മിക്കവാറും ആളുകളും 1-2 ആഴ്ച കൊണ്ട് അസുഖം മാറി ഉഷാറാവും. പിന്നെ ഇവരെ തിരിച്ച് സമൂഹത്തിലേക്ക് ഇറക്കാൻ നമുക്ക് പറ്റുന്നില്ല. ആ നാട്ടുകാർ അതിന് ധൈര്യപ്പെടുന്നില്ല. കുറ്റാണോ? ഓരോ പ്രശ്നമാണോ? അല്ല. എന്തുകൊണ്ടാണ്? അറിയാത്തത് കൊണ്ടാണ്. എന്താണ് ഈ അസുഖം? ഇവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? നമ്മളെപ്പോലെ തന്നെ നമുക്ക് പരിഗണന വേണ്ടേ? ഇവർക്ക് മാത്രം മതി പരിഗണന? നിങ്ങൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ആ സ്ഥലത്തേക്ക് പോവോ? ഇല്ലല്ലോ. ഇവിടെ വന്ന് ചായയും വെള്ളമൊന്നും തരാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുള്ള് ക്ലാസ് എടുത്ത് വിട്ടാൽ അടുത്ത കൊല്ലം പരിപാടി നടത്തി ഞങ്ങൾ വരുമോ? നിങ്ങൾക്ക് എന്തോ ഒന്ന് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ വരുന്നത്. അതേപോലെ തന്നെയാണ് എല്ലാ ആളുകളും. രോഗമുണ്ടായി എന്നുകൊണ്ട് അവന് ദേഷ്യവും സങ്കടവും പരിഗണനയും സ്നേഹവും ഒന്നും ആവശ്യമില്ല എന്നുള്ളതല്ല. മറ്റേ സ്ഥലത്ത് എന്തുണ്ടായി? പരിഗണന കിട്ടി. ആ പരിഗണന കിട്ടാൻ കാരണം ആ നാട്ടുകാർക്ക് ഈ രോഗത്തിനെ കുറിച്ചും എങ്ങനെ ഇടപെടണം എന്നുള്ളതിനെ കുറിച്ചും അറിയാം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? കമ്മ്യൂണിറ്റി സൈക്കാട്രി എന്താണ് ചെയ്യുന്നത്? ഈ കാര്യം ഓരോ നാട്ടിലും ഓരോ പഞ്ചായത്തിലും ക്ലാസ്സുകൾ സംഘടിപ്പിക്കും, OP നടത്തും. ബേസിക് മെൻ്റൽ ഹെൽത്ത് കോഴ്സ് ഉണ്ട്. അതായത് വളണ്ടിയേഴ്സ്, നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം വേണമെന്നൊരു നിർബന്ധമില്ല. ആദ്യത്തെ ക്ലാസ് 2 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ്. 2 മണിക്കൂറിൽ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ള ചുരുക്കത്തിൽ പറഞ്ഞു തരും. അത് കേട്ടിട്ട് താല്പര്യമുള്ള ആളുകൾ, ഇപ്പോൾ നമ്മൾ വയനാട് കോഴ്സ് നടത്തുന്നുണ്ട് എല്ലാ ശനിയാഴ്ചയും. വയനാട് നിന്ന് വരുന്ന ആളുകൾക്കറിയാം, എല്ലാ ശനിയാഴ്ചയും മേപ്പാടി തണൽ ക്ലിനിക്കിൽ വെച്ചിട്ട് ആ ക്ലാസ് നടക്കുന്നുണ്ട്. അങ്ങനെ 4 ശനിയാഴ്ച കൊണ്ട് ഒരുവിധം ഈ രോഗികമായിട്ട് എന്തൊക്കെയാണ് രോഗം, എങ്ങനെ അവരോട് ഇടപെടണം, സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ഈ ഒരു അവസരമാണ്, ഈ ഒരു ചാൻസാണ് നമ്മൾ കമ്മ്യൂണിറ്റി സൈക്കാട്രി മുന്നോട്ട് വെക്കുന്നത്. നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആർക്ക് പോയി? എൻ്റെ മോശത്തരാണോ? ഇത് നാട്ടുകാരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇങ്ങനെ ഒരു അവസരം ഉണ്ട് എന്നുള്ളത് കേരളത്തിൽ വന്ന ഇത്രയും ആളുകളോട് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് എൻ്റെ മോശത്തരായി. ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് പരിശ്രമിക്കുക. ഈ അവസരം നിങ്ങളുടെ മുന്നിലുണ്ട്. ഓരോരോ പഞ്ചായത്തിൽ നിന്ന് വന്ന ആളുകളാണ്. നമ്പർ ഇവിടുന്ന് കിട്ടും, തണലിൻ്റെ നമ്പർ. ആരെ വിളിച്ചാലും മതി, ഇന്നെ തന്നെ വിളിക്കണമെന്നില്ല. തണലുമായി ബന്ധപ്പെട്ട ആരെ വിളിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇതിനെപ്പറ്റി ആ 2 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ 3 മണിക്കൂറിൻ്റെ ഒരു ക്ലാസ് കിട്ടണം. ഞാൻ 4 ആഴ്ചത്തെ ക്ലാസ് കിട്ടണമെന്നൊന്നും പറയുന്നില്ല. ആ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്തു പറ്റും? ഈ രോഗികൾ ആരോരുമില്ലാതെ വീണ്ടും തെരുവിലോ സെല്ലിലോ ഹോസ്പിറ്റലിലോ പെട്ട് പോവും, അല്ലേ? അപ്പം ഞാൻ എന്തൊക്കെ ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മളെ മുമ്പിലുള്ള അവസരം എന്താണ് എന്ന് മനസ്സിലാക്കുക. ഇടപെട്ടാൽ ഈ ആളുകൾ മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളല്ല. ഏതൊരാളെയും പോലെ സമൂഹത്തിൽ ഉഷാറായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന ആളുകളാണ് എന്ന ബോധ്യം നമുക്ക് വേണം. അതിനുവേണ്ടി ഞാൻ ഇടപെടാൻ തയ്യാറാണ് എന്നുള്ളത് മനസ്സിൽ കുറിച്ചുകൊണ്ടാവണം നമ്മൾ ഇവിടുന്ന് പോകുന്നത്.